നമസ്കാരം. ഇന്ന് വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ. ബി അഥവാ രക്തസമ്മർദ്ദം കൂടുന്നത്, അതായത് ഹൈപ്പർ ടെൻഷൻ, പലരും അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ പലർക്കും സ്ട്രോക്ക്, ഹൃദയാഘാതമൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കാതെ പോയാലുള്ള അപകടം മനസ്സിലാക്കുന്നത് തന്നെ. ഹൈപ്പർ ടെൻഷന് കാരണങ്ങൾ പലതുണ്ട്. ഒന്നാമതായിട്ട് സ്ട്രെസ്, മാനസിക സമ്മർദ്ദം, വ്യായാമക്കുറവ്, ഭക്ഷണശീലം. ഈ ബി കൂടുന്നതിൽ ഭക്ഷണത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. ചില ഭക്ഷണങ്ങൾ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ ഒഴിവാക്കണം, ചിലത് കഴിക്കുകയും വേണം. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമുക്കറിയാം അച്ചാറ്, പപ്പടം തുടങ്ങിയ ഉപ്പ് കൂടുതലുള്ള വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ. രണ്ടാമത് ചുമന്ന മാംസം, അതായത് ബീഫ്, മട്ടൻ, പന്നിയിറച്ചി എന്നിവയൊക്കെയാണ് സാധാരണയായി കഴിക്കുന്ന റെഡ് മീറ്റ്. ഇത് കൊളസ്ട്രോൾ, ബി ഒക്കെ കൂട്ടും. കൂടാതെ ഉപ്പ് കുറയ്ക്കുക, അതായത് ഉപ്പിലെ സോഡിയം അമിതമാകുന്നത് വൃക്കകളെ ബാധിക്കുകയും ശരീരത്തിൽ വെള്ളം കൂടുതലായി കെട്ടി നിൽക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇത് ബി കൂട്ടുകയും വൃക്ക, രക്തധമനികൾ, ഹൃദയം, തലച്ചോറ് തുടങ്ങിയ ഭാഗങ്ങളിൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, കിഡ്നി ഫെയിലിയർ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇനി എന്തൊക്കെ കഴിക്കാമെന്ന് നോക്കാം. നട്ട്സ് ഒക്കെ, അതായത് മറ്റ് നട്ട്സ് ഒഴിവാക്കി ബദാം, വാൾനട്ട്, ഹെസൽനട്ട്സ് ഒക്കെ ബി കുറയ്ക്കാൻ സഹായിക്കും. പക്ഷെ ഉപ്പില്ലാതെ കഴിക്കണം. കൂടാതെ ഫ്ലാക്സ് സീഡ്സ്, പച്ച ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങൾ ഒക്കെ കഴിക്കുന്ന പ്രഷർ കുറയ്ക്കാനായിട്ട് സഹായിക്കും. കൂടാതെ ദിവസവും 3 ലിറ്റർ വെള്ളം കുടിക്കുക, നന്നായി ഉറങ്ങുക, മദ്യപാനം, പുകവലി ഒഴിവാക്കുക, അമിതവണ്ണം വരാതെ നോക്കുക. കൂടാതെ യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ബി നമ്മളുടെ കൺട്രോളിൽ നിർത്താനായിട്ട് സാധിക്കും.